ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നത് കളങ്കാവൽ എന്ന പുതിയ മലയാള ചിത്രത്തിൻ്റെ റിവ്യൂവിലേക്കാണ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് മമ്മൂക്കയും വിനായകനുമാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഏതാണ്ട് ഒരു ഏർലി 2000 കഥ നടക്കുന്നത്. തിരുവനന്തപുരത്തെ തമിഴ്നാടുമായി ബോർഡർ വരുന്ന ഏരിയയിലാണ് കഥ നടക്കുന്ന പ്രദേശം. കഥ തുടങ്ങുന്നത് ഒരു ചെറിയ വർഗീയ ലഹള പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സ്ഥലത്ത് ഒരു പോലീസ് ഓഫീസർ അന്വേഷിക്കാൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അവിടെ ശരിക്കും അങ്ങനെ ഒരു ലഹള ഉണ്ടാവേണ്ട ബേസ് റീസൺ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നു ആ പെൺകുട്ടി വേറെ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയതാണ്, ഈ മുസ്ലിം യുവാവിൻ്റെ കൂടെ പോയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അവിടെ നിന്ന് തുടങ്ങുന്ന അന്വേഷണം പിന്നീട് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, കില്ലർ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, ഇതൊക്കെയാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ റിവ്യൂകളിൽ എപ്പോഴും പറയാനുള്ളവർ, ഒരു തരി സ്പോയിലർ ഈ റിവ്യൂസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ സ്പോയിലർ എക്സ്പെക്റ്റ് ചെയ്ത് റിവ്യൂ കാണരുത്. ഈ സിനിമയെ ഒരു ഒരു ഞാൻ സാധാരണ റിവ്യൂ പറയുമ്പോഴത്തേക്കും ആദ്യം അതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഗംഭീരമായ ഡിറക്ഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ നമ്മൾ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊരു ആർക്കാണ് ആ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്, അതിൻ്റെ ഒരു ടോണിങ്, അതിലുപയോഗിച്ചിരിക്കുന്ന പ്രോപ്സ്, ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഇമോഷൻസ്, ക്യാരക്ടേഴ്സിൻ്റെ ആക്ട്. ഈ അടുത്ത കാലത്തൊന്നും ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഇത്രയും ത്രസിപ്പിക്കുന്ന ഒരു 20 മിനിറ്റ് കാണാനായിട്ട് സിനിമകളിലൊന്നും സാധിച്ചിട്ടില്ല. അത്രമാത്രം ഗംഭീരം സാധനമാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ഒരു ഗ്രാജുവൽ പേസിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു ചെറിയ സ്ലോനെസ് ഉണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ നറേഷൻ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ആസ്വാദനത്തിന് ബാധിക്കുന്ന രീതിയിൽ സ്ലോ അല്ല. നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു ക്യാരക്ടറെ കാണിക്കുമ്പോൾ ക്യാരക്ടർ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, ബാക്ക്ഗ്രൗണ്ടിലുള്ള കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ ഭിത്തിയിൽ വച്ചിരിക്കുന്ന പ്രോപ്സ്, ഇതെല്ലാം എന്തുമാത്രം സിങ്കാണ് എന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പല കാര്യങ്ങൾ ഞാൻ ഓരോ ഡീറ്റെയിൽസിലായിട്ടും പോകുന്നില്ല. അത്രമാത്രം എഫേർട്ട് ഇട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കളർ ടോണിങ്ങും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ജിതിൻ കെ ജോസിന് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു മൂവിയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്രിയേഷനായ ഈ സിനിമ. ഇനി ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി, ഫൈസൽ അലിയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. നല്ല ഫ്രെയിംസ് ഉണ്ട്, നല്ല ഷോട്ട്സ് ഉണ്ട്. ചില സിലൗട്ട് ഷോട്ട്സുകളൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ടെക്നിക്കൽ ഔട്ട്പുട്ടുള്ള നല്ല ക്വാളിറ്റി പടം തരാനായിട്ട് ഇതിൻ്റെ ഡയറക്ടറിനും ഇതിൻ്റെ ക്രൂവിനും സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സിനിമയുടെ പെർഫോമൻസ് വൈസിലേക്കാണ്. ഈ സിനിമ ആദ്യം തീരുമാനിച്ച റിലീസ് ഡേറ്റിൽ നിന്നും കുറച്ച് പുഷ് ചെയ്തിരുന്നു. പിന്നെ നവംബർ ലാസ്റ്റ് വീക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 1 വീക്ക് പുഷ് ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും വലിയ പ്രീ സെയിൽസാണ് ഈ സിനിമയുടെ ടിക്കറ്റ് നടന്നത്. അതിൻ്റെ ഒരേ ഒരു റീസൺ ഇതിൻ്റെ ട്രെയിലറും ടീസറും പിന്നെ മമ്മൂക്കയുമായിരുന്നു. കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന, ഓരോ ഓഡിയൻസിനും ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, മമ്മൂക്ക എങ്ങനെയാണ് ഈ റോൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് മമ്മൂക്കയുടെ റോൾ, എന്ത് ഡിഫറൻസ് സാധനമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതായിരുന്നു. ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി ഈ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും 101% സംതൃപ്തി നൽകുന്ന രീതിയിൽ ഈ ക്യാരക്ടറിനെ അദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ പെർഫോമൻസാണ് മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം തിരുവനന്തപുരം ആക്സെൻറ്റ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ രാജമാണിക്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച ആക്സെൻ്റ് അല്ല ഈ ചിത്രത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആക്സെൻറ്റ്. ഈ ചിത്രത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആക്സെൻറ്റ് തിരുവനന്തപുരത്ത് തമിഴ്നാട് ബോർഡറുമായി ബോർഡറുള്ള സ്ഥലത്ത് ആൾക്കാർ സംസാരിക്കുന്ന ആക്സെൻ്റാണ്. ഞാനൊരു തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടും അത്തരം ആൾക്കാരുമായിട്ട് എനിക്ക് വളരെയധികം സമ്പർക്കം നടത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഞാൻ പറയുവാണ്, പിക്ചർ പെർഫെക്റ്റാണ് അതിൻ്റെ പിച്ചിങ് എല്ലാം. ഒരുപാട് നീട്ടലില്ല, ഒരു മയത്തിലെ നീട്ടലുള്ളൂ. ചില അബ്രപ്റ്റ്ലി കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, മൂക്കാൻ മണ്ട എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ തിരുവനന്തപുരത്തിൻ്റെ ചില ഔട്ടർ പ്രദേശങ്ങളിൽ മാത്രം കേട്ട് വരുന്ന വാക്കുകളാണ് ഇതെല്ലാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പല ക്യാരക്ടേഴ്സും
പല ഡയലോഗുകളിലും നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന പിച്ചിങ്, ഡയലോഗിൻ്റെ ആ ഒരു ടോണിങ് എല്ലാം പെർഫെക്റ്റാണ്, പക്കയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഗംഭീരം പെർഫോമൻസാണ് പുള്ളി ഈ പടത്തിൽ നടത്തിയിരിക്കുന്നത്. ഓരോ സിനിമ കഴിയുമ്പോഴും അടുത്ത സിനിമയിൽ മമ്മൂക്കിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ നമ്മളെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് പുള്ളിയുടെ ക്യാരക്ടേഴ്സിന് സാധിക്കുന്നുണ്ട്. ഈ സിനിമയും അതിന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്, അടുത്തിന് ഇങ്ങനെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതുവരെ അപ്പോൾ ഇങ്ങനെ ചെയ്തതൊന്നും ആക്ടിങ് അല്ലേ, ഇനി ചെയ്യാൻ പോകുന്നതാണോ ആക്ടിങ് എന്ന് ഒരു സാധാരണ പ്രേക്ഷകന് തോന്നും ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ. അത്രത്തോളം നല്ല രീതിയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷത്തിൽ തന്നെ വിനായകന് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോൾ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ബോഡി ലാംഗ്വേജ് ആകാമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം ഒരു കൊച്ചി സ്ലാങ് ആൻഡ് ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ്ലി വിട്ടുമാറി ഒരു ട്രിവാൻഡ്രം ടൈപ്പ് ഒരു കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ കാണിക്കാനായിട്ട് അദ്ദേഹം നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊരു പരിധി വരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ് ഒരു ഇച്ചിരി ഫ്ലെക്സിബിൾ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയത്. ഈ വിനായകൻ്റെ കൂടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരറിയത്തില്ല, അദ്ദേഹം വേറെ സിനിമകളിലൊക്കെ ഉണ്ട്. നല്ല പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം സ്ലാങ് ഉപയോഗിക്കുന്നതെല്ലാം വളരെ നാച്ചുറലാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വളരെ നാച്ചുറലായിട്ടാണ് അദ്ദേഹം ആ സ്ലാങ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ സിനിമ നമുക്ക് ഒരു സാധാരണ പ്രേക്ഷകന് 200 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൈസ വസൂലായിട്ടുള്ള അത്യുഗ്രം പെർഫോമൻസ് നിറഞ്ഞ ഒരു സിനിമയാണ് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പോയി കാണുക. കുട്ടികളെ കൊണ്ടുപോകുക. ഒരു 15 വയസ്സിന് മേളിലുള്ള കുട്ടികളെ മാത്രം കൊണ്ടുപോവുക. അറ്റ്ലീസ്റ്റ് 10 വയസ്സ് അതിന് താഴെയുള്ള കുട്ടികളെ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇച്ചിരി വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അതല്ലാതെ ഈ സിനിമ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗംഭീരം പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാവുന്നുള്ളൊരു പടമാണ്. ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ട്. ഒരു സ്ലോ നറേഷൻ ഒഴിച്ചു നിർത്തിയാൽ ഈ സിനിമയിൽ മോശം പറയാനായി യാതൊന്നും തന്നെയില്ല. നമുക്ക് ഹൈലി എൻഗേജ് ചെയ്ത് കിടിലമായ ഇൻ്റർവെൽ ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു ഗംഭീരം പടമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.